നാലാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ദിവസങ്ങൾ ശേഷിക്കെ ദേശീയ നേതാക്കളെല്ലാം ഇന്ന് പ്രചാരണ പരിപാടികളിൽ സജീവം. ഉത്തർപ്രദേശിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെയും പ്രചാരണ പരിപാടികൾ. ജാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികളും നടക്കും. പി ജസീം ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ജസീം, നാലാം ഘട്ട പ്രചാരണത്തിൽ ഏതെല്ലാം പ്രധാന മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്? ഹുസ്ന, നാലാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് 29-നാണ്. അടുത്ത തിങ്കളാഴ്ച 27 വൈകിട്ട് വരെയാണ് പരസ്യപ്രചാരണത്തിനുള്ള സമയം. ഇനി ഏതാണ്ട് 3 ദിവസം മാത്രമാണ് പരസ്യപ്രചാരണത്തിന് ബാക്കിയുള്ളത്. സ്വാഭാവികമായും വലിയ തോതിലുള്ള പ്രചാരണ ചൂടിൽ തന്നെയാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മേഖലകളെല്ലാം ഉള്ളത്. ഇന്നും പ്രധാന നേതാക്കളെല്ലാം സജീവമായി തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെയാണ് നമുക്കറിയാവുന്നതുപോലെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചത്. വലിയ തോതിലുള്ള വോട്ടിംഗ് ടേൺ ഔട്ടാണ് പല ഇടങ്ങളിലും ഉണ്ടായത്. കേരളത്തിലേതുപോലെ തന്നെ സമാനമായ ട്രെൻഡ് ദേശീയ ശരാശരി പരിഗണിക്കുമ്പോഴും നമുക്ക് കാണാനാകുന്നുണ്ട്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായ ഈ മൂന്നാം ഘട്ട പോളിംഗിൽ കഴിഞ്ഞ തവണ ഉണ്ടായ അതേ വോട്ടിംഗ് ടേൺ ഔട്ട് ഏതാണ്ട് മറികടക്കുന്ന സ്വഭാവത്തിൽ തന്നെയാണ് ദേശീയ ശരാശരിയും വന്നിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 66% ഇന്നലെ തന്നെ പൂർത്തിയാകാത്ത കണക്കുകളാണ് ലഭിച്ചിരുന്നത്. ആകെ 69% മാത്രമായിരുന്നു ദേശീയ ശരാശരി 2014 ഉണ്ടായിരുന്നത്. 2019 സ്വാഭാവികമായും അത് മറികടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കടക്കുക. ഒരുപക്ഷെ ഇന്ന് ഏറെ വൈകിട്ടായിരിക്കും, ഒരുപക്ഷെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയൊക്കെ ലഭിച്ച കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ കൃത്യമായ ഒരു വോട്ടിംഗ് ടേൺ ഔട്ടിലേക്കുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാകാൻ ഏതായാലും ദിവസങ്ങൾ മാത്രം ആണ് നാലാം ഘട്ട വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. ആ അർത്ഥത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രചാരണ പരിപാടികൾക്ക് തന്നെയാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഉത്തർപ്രദേശിൽ 14 മണ്ഡലങ്ങളിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലെ മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് നാലാം ഘട്ടത്തിലായിരിക്കും. 14 മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട്. ഈ മണ്ഡലങ്ങളിൽ ഉള്ള പ്രചാരണ പരിപാടികളാണ് പ്രധാനമായും ഇന്ന് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ചല്ല, പക്ഷേ ഉത്തർപ്രദേശിലെ വിവിധ ഇടങ്ങളിലായി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത് ലഖിംപൂർ ഖേരി അതുപോലെ ഉന്നാവോ ജില്ലകളിലാണ്. അതേസമയം പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നത് ഫത്തേപൂർ ജില്ലയിലും ഹമീർപൂർ ജില്ലയിലുമാണ്. ഇവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ റോഡ് ഷോകളായും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന പരിപാടികളായുമുള്ള പ്രചാരണ പരിപാടികളിലാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും ഇന്ന് പങ്കെടുക്കുന്നത്. ഈ അർത്ഥത്തിൽ ഉത്തർപ്രദേശാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികളിൽ പ്രധാനമായും ദേശീയ നേതാക്കൾ കോൺഗ്രസിൻ്റെത് പങ്കെടുക്കുന്നത്. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലും ആണുള്ളത്. പശ്ചിമ ബംഗാൾ നമുക്കറിയാം 7 ഘട്ടങ്ങളിലായി നാലാം ഘട്ട വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നു. അടുത്ത തിങ്കളാഴ്ചയാണ് നാലാം ഘട്ടം നടക്കുന്നത്. പ്രചാരണമെല്ലാം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. പി ജസീമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.